കൃത്യമായിട്ടുള്ള നിസ്കാര സമയം, അതുപോലെ തന്നെ എത്ര മണിക്കാണ് നിസ്കാരം ആരംഭിക്കുന്നത്, ആ ഒരു ഇഖാമത്തിൻ്റെ സമയം, പിന്നെ സൂര്യോദയം, തഹജ്ജുദ്, ളുഹ, ജുമ തുടങ്ങി നിങ്ങൾ ഒരു പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ആദാൻ ഡിസ്പ്ലേയുടെ ഇലക്ട്രോണിക് ബോർഡ് കാണുന്നില്ലേ? അതിലെന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഏകദേശം ഒരു 10-20 ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അന്ന് സെറ്റ് ചെയ്ത ആ ഒരു ടൈം എനിക്ക് ഇന്ന് വരെ മാറ്റേണ്ടി വന്നിട്ടില്ല. കാരണം പള്ളിയിൽ ചേഞ്ച് ആകുന്ന ആ ടൈം ഓരോ ദിവസം ടൈം ഇങ്ങനെ ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ മൊബൈലിൽ നിന്നും ടൈം ചേഞ്ച് ആകുന്നുണ്ട്, കൃത്യമായിട്ട് ബാങ്ക് വിളിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് തന്നെ ഒരു മലയാളിയാണ്. ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങൾ പല പള്ളികളിൽ നിന്നും നിസ്കരിക്കുന്ന ആളായിരിക്കും. നിങ്ങളുടെ വീട് ഒരു സ്ഥലത്തായിരിക്കും, ജോലി ഒരു സ്ഥലത്തായിരിക്കും, ഡെലിവറിക്ക് പോകുന്ന ആളാണെങ്കിൽ അത് വേറൊരു സ്ഥലത്തായിരിക്കും നിങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ടാകുക. അങ്ങനെ പല പള്ളികളിൽ നിന്നും നിങ്ങൾ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഏകദേശം ഒരു 7 പള്ളികളുടെ വ്യത്യസ്ത ടൈമുകൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിൽ സെറ്റിങ്സിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടി വരില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്കിലാണെങ്കിൽ കമന്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരസ്യം വരാതിരിക്കാൻ നെറ്റ്വർക്ക് ഓഫ് ചെയ്യുക. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്യാണ്. അതിനുശേഷം കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും ഇവിടെ വായിച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിലുള്ള പ്രയർ ടൈം ഇവിടെ ലഭ്യമാകും. നിങ്ങളുടെ ലൊക്കേഷനിലുള്ള കൃത്യമായിട്ടുള്ള പ്രയർ ടൈം തന്നെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാകുക. ഇനി നിങ്ങൾക്കത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ സെറ്റിംഗ്സ് ഒന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് മസ്ജിദ് 1, മസ്ജിദ് 2 എന്നൊക്കെ കാണാൻ സാധിക്കും. 4 മസ്ജിദ് ഓൾറെഡി ഇവിടെ ആഡഡ് ആണ്. ഇനി നിങ്ങൾക്ക് 7 പള്ളികളുടെ ടൈം, വ്യത്യസ്തമായ ടൈം നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓൾറെഡി 4 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ പേജ് സെറ്റിംഗ്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 പള്ളികളുടെ ടൈം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത് നമുക്ക് 7 ആക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ജനറൽ സെറ്റിംഗ്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ടോഗിൾ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സെറ്റിംഗ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ആദ്യത്തെ ആ ഒരു ചെക്ക് ബോക്സിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ തന്നെയാണ് വരിക. അവിടെ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. രണ്ടാമത്തെ ഓപ്ഷൻ ഓൾറെഡി ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് ഹിജ്രി ഡേറ്റിന്റെ കൂടെ നമ്മുടെ സാധാരണ ഡേറ്റും കൂടി കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത് ലൊഹറും ഫ്രൈഡേയും രണ്ടും ഒരേ ടൈമിലാണെങ്കിൽ, ചില സ്ഥലത്ത് ലൊഹർ വേറെ ടൈമും ഫ്രൈഡേ വേറെ ടൈമും ആയിരിക്കും. അത് വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, അതിന് തൊട്ട് താഴെ കാണുന്ന ഓപ്ഷൻസ് എല്ലാം ഇവിടെ ടിക്ക് മാർക്ക് കാണുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യരുത് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ബാങ്ക് വിളിക്കുന്നതിന് ചിലപ്പോൾ തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ടിക്ക് മാർക്ക് കൊടുക്കണ്ട. ഇവിടെ ഈ ഒരു ഭാഗവും ടിക്ക് മാർക്ക് ഉണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ഈ 2 ഭാഗവും നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി നോക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. വീണ്ടും ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതുപോലെ നോട്ട് ഓക്കെ ആണെന്ന് കാണിക്കുന്നതെങ്കിൽ, അതായത് നോട്ടിഫിക്കേഷൻ്റെ സെറ്റിംഗ്സ് നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നോട്ട് ഓക്കെ കാണിക്കുന്നത്. ഇവിടെ കൗണ്ട് ഡൗൺ ടൈം ഓഫ് ആയി കഴിഞ്ഞാലാണ് ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ചെയ്യാൻ സാധിക്കുക. കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എക്സിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടിക്ക് മാർക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും കൂടി നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ സെറ്റിംഗ്സിൽ പോകും. ഇവിടെ ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഭാഗത്ത് ആ ഒരു ടോഗിൾ ഓപ്പൺ ചെയ്താൽ മതി. ചില മൊബൈലിൽ, ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സ് ഉണ്ടെന്ന്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓക്കെ വരണം. ഇപ്പോൾ നോട്ട് ഓക്കെ ആണ്. ജസ്റ്റ് നമുക്കൊന്ന് എക്സിറ്റ് പോവാം. മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഓട്ടോമാറ്റിക് സൈലന്റ് എന്ന ഈ ഒരു സെറ്റിംഗ്സ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് മോഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള ടോഗിൾ ഓപ്പണിലായിരിക്കണം. പിന്നെ സൈലന്റ്, വൈബ്രേഷൻ, DND. ഞാനിപ്പോൾ സൈലന്റ് ആണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഏതൊക്കെയാണ് നമുക്ക് സൈലന്റ് മോഡിലേക്ക് പോകേണ്ടത്, ഇവിടെ ഞാൻ ഇഖാമത്തിന്റെ സമയമൊക്കെ ഓൾറെഡി ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ മാറ്റം വരുത്താം. ഇനി എത്ര മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് സൈലന്റ് ആകേണ്ടത്, ഇവിടെ 20 മിനിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ സൈലന്റ് ആകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 0 കൊടുത്തിട്ട് സേവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അതിന് താഴെയും ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സൈലന്റ് മോഡ് വേണ്ട എങ്കിൽ ആ ടിക്ക് മാർക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ഓൾറെഡി ഇഖാമത്തിന്റെ സമയമൊക്കെ സൈലന്റ് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനുശേഷം ഇവിടെ സേവ് കൊടുത്താൽ മതി. വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 4ാമത്തെ ഓപ്ഷൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നോട്ട് ഓക്കെ കാണുന്ന ആ ഒരു ഓപ്ഷൻ. ഓക്കെ, അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് അവസാനം കാണിച്ചു തരാം. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. നമുക്ക് വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഓഡിയോ സെറ്റിംഗ്സ് ഇവിടെയും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ താഴെ കാണുന്ന കറണ്ട് വോളിയം എന്ന ഭാഗത്താണ് ഉള്ളത്. അത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. അതായത് നിങ്ങളുടെ മൊബൈലിന്റെ വോളിയം എത്രത്തോളം നിങ്ങൾ കൂട്ടിവെക്കുന്നുവോ അത്രത്തോളം സൗണ്ടിൽ നിങ്ങൾക്ക് ബാങ്ക് വിളിയും നോട്ടിഫിക്കേഷന്റെ സൗണ്ടും കേൾക്കും. താഴെ കാണുന്ന ഈ ഒരു ഭാഗം റിംഗർ എന്ന ഭാഗത്താണുള്ളത്. അത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ടിക്ക് മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പിന്നെ ബാങ്ക് വിളിയുടെ സൗണ്ട് ഇവിടെ ഫുൾ സൗണ്ടിൽ തന്നെയാണ് എല്ലാം വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സൗണ്ട് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അത് കുറക്കാനുള്ള സംവിധാനവും ഇവിടെ തന്നെ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് സേവ് കൊടുക്കാം. ഇനി വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഗ്രേഡ് സെന്റർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ, പ്രോ വേർഷൻ ആക്കണമെങ്കിൽ ഇവിടെ ലൈഫ് ടൈം പ്രോ ഉണ്ട്, അതുപോലെ തന്നെ പ്രോ സീസൺ 1 ഉണ്ട്, റിമൂവ് ആഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് ടൈം പ്രോ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്, വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. പരസ്യ ശല്യമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം പ്രോ വേർഷനിൽ തന്നെയായിരിക്കും വരിക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോൺടാക്ട് ഡെവലപ്പർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡെവലപ്പറുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇമെയിൽ ID-യുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാനും ഇതിൽ സൗകര്യങ്ങളുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ ഗ്യാരണ്ടി അലാറം സെറ്റിംഗ്സ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോട്ട് ഓക്കെ ആണല്ലോ ഉള്ളത്. അവിടെ എങ്ങനെ നമുക്ക് ഓക്കെ ആക്കാം എന്ന് കാണിക്കാം. ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക മൊബൈലിൻ്റെ. അതിനുശേഷം ഇവിടെ ആപ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലുള്ള അൺറെസ്ട്രിക്റ്റഡ് എന്ന ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഗ്യാരണ്ടി അലാറം എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ ഒരു ടിക്ക് മാർക്ക് കാണുന്നുണ്ടല്ലോ, അവിടെ ഓഫ് ചെയ്തിട്ട് വീണ്ടും ആ ടിക്ക് മാർക്ക് ഒന്നുകൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരുമ്പോൾ അവിടെ ഓക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ്. എല്ലാവർക്കും ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് കൃത്യമായിട്ട് അത് കാണിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അലാറം ആസ്വദിക്കാം, ബാങ്ക് വിളി ആസ്വദിക്കാം. ഇനി ഇവിടെ കാണുന്നത് മസ്ജിദ് 1 എന്നാണ്. അതിന് നമുക്കൊരു പേര് കൊടുക്കാം കേട്ടോ. ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് പച്ച കളറിലെ ലാസ്റ്റ് ഭാഗത്ത് എഡിറ്റ് മസ്ജിദ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പേര് കൊടുക്കേണ്ടത് അത് ഇവിടെ മാറ്റി കൊടുക്കാം. നിങ്ങളുടെ സ്ഥലത്തുള്ള ആ ഒരു പള്ളിയുടെ പേര് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സിറ്റി ജുമാ മസ്ജിദ് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഏരിയ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ കണ്ണൂർ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം സേവ് കൊടുക്കുമ്പോൾ ആ ഒരു മസ്ജിദ് 1 എന്ന് മാറിയിട്ട് ഇവിടെ സിറ്റി ജുമാ മസ്ജിദ് കണ്ണൂർ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പള്ളികൾക്കും നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷൻ, ഇവിടെ പള്ളികളുടെ ആ ഒരു ബാങ്ക് വിളിയുടെ സമയം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതെങ്ങനെ എഡിറ്റ് ചെയ്യാം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ മുകളിൽ കാണുന്ന ഈ 2ാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ആ പച്ച കളറിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏത് വക്തിൻ്റെ ടൈമാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്. ഇപ്പോൾ ഫജർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മിനിറ്റാണ് മാറ്റേണ്ടത് അത് മാറ്റി കൊടുക്കാം. ഇനി മൈനസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഈ മൈനസ് കൊടുത്തിട്ട് നിങ്ങൾ 2 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് പിറകോട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കാം. എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, കൃത്യമായ ടൈം തന്നെയാണ്.
ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇക്കാമത്തിൻ്റെ ടൈം ഇപ്പോൾ ഓരോ വക്തിനും 20 മിനിറ്റിന് ശേഷമാണ് ഇക്കാമത്തിൻ്റെ ടൈം ഇവിടെ ഉള്ളത്. ഈ ഒരു ഗ്രീൻ കളർ ആണെന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 20 മിനിറ്റ് മാറ്റിയിട്ട് എത്ര മിനിറ്റിലാണ് നിങ്ങളുടെ പള്ളികളിലൊക്കെ ഇഖാമത്തിൻ്റെ സമയമുള്ളത് അത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ 15 ആക്കിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, ഇനി ബാങ്ക് വിളിയുടെ സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ അലാറത്തിൻ്റെയും വൈബ്രേറ്റിൻ്റെയും ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സൗണ്ട് ഇവിടെ മാറ്റാം. ഞാനിവിടെ ഫുൾ ആദാൻ 2 എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ബാങ്ക് വിളിയാണ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് വൈബ്രേറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു വൈബ്രേറ്റിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി. ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് സേവ് കൊടുക്കാം. അങ്ങനെ ഓരോ വക്തിലും നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് വിളി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഓക്കെ, ഇനി ഇഖാമത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ വൈബ്രേറ്റ് ഇവിടെ അടിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ട്യൂൺ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അത് വേണ്ട എങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് ഒഴിവാക്കാം. ഇവിടെ എനബിൾ സൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. വൈബ്രേറ്റ് വേണ്ട എങ്കിൽ ടിക്ക് മാർക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ആവശ്യത്തിന് അനുസരിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി ഹിജിരി ഡേറ്റ്, ഇസ്ലാമിക് കലണ്ടറിൻ്റെ ഏതെങ്കിലും ഡേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് മാസപ്പിറവിക്ക് അനുസരിച്ചിട്ടാണല്ലോ ഡേറ്റ് മാറുക. ഇവിടെ തന്നെ ഒരു പെന്നിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ദിവസം കൂട്ടാനോ കുറക്കാനോ നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ 2 ദിവസം കൂട്ടുക 2 ദിവസം കുറക്കുക, അത്രയല്ലേ വേണ്ടി വരൂ. അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ താഴെ സേവ് കൊടുത്താൽ മതി. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ടും സെറ്റ് ചെയ്ത് വെക്കേണ്ട എല്ലാ സെറ്റിങ്സുകളും ഞാനിപ്പോൾ വിവരിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പറുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.